എടുത്തു. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്ന ആ മെത്തേഡിലാണ് ബീഡ്സ് കോർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പല വീഡിയോസിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ വേണമെങ്കിലും ബീഡ്സ് കോർത്തെടുക്കാം. ഇനി നമ്മൾ നീഡിൽ കുറച്ച് ഫ്രണ്ടിലായിട്ട് കുത്തിയെടുക്കുവാണ്. ഇതേപോലെ കുത്തിയെടുത്തിട്ട് ആ ഗ്യാപ്പിൽ എത്ര ബീഡ് വേണോ അത്രയും ബീഡ് കോർത്തെടുക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് 3 ബീഡ് മതി. അപ്പോൾ ഞാനത് ഇതേപോലെ വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ രീതിയിൽ തന്നെ ബീഡ് വെച്ച് കൊടുക്കുവാണ്. സ്റ്റെം എല്ലാം ചെയ്ത ശേഷം ഇനി നമ്മൾ ഫ്ലവർ വർക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ 3 കളറിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ബ്ലൂ, ഡാർക്ക് ബ്ലൂ, വൈറ്റ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഫ്ലവേഴ്സ് റിംഗ് നോട്ട് ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ നീഡിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ 2 or 3 തവണ ഒന്ന് ചുറ്റിയ ശേഷം കുറച്ച് മാറ്റി കുത്തുക. കുത്തുമ്പോൾ ആ നമ്മൾ ആ ത്രെഡിലൊന്ന് പിടിച്ചിട്ട് വേണം താഴേക്ക് വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു പെറ്റലായിട്ട് വരും. അങ്ങനത്തെ 5 പെറ്റലാണ് ഒരു ഫ്ലവറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ഫ്ലവർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിൽ നമ്മൾ ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കാൻ പോവാണ്. സൈസ് നമ്പർ 3 ഗോൾഡൻ ബീഡ്സ് ആണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. നല്ല അട്രാക്റ്റീവായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഇതേപോലെ ബീഡ്സും റിംഗ് നോട്ട്സും ഒക്കെ വെച്ച് കുർത്തി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സൊക്കെ പ്രത്യേകിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക്